എന്റെ മുഖത്തടിച്ച പോലെ തന്നെയാ അത്. അവളുടെ കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. ഇനി എനിക്ക് അവളായിട്ട് ഒരു ബന്ധമില്ല. ശോഭെ, ഇക്കാര്യത്തിൽ വാശി കാണിക്കരുത്. അവളൊരു വിവരമില്ലാത്ത പെണ്ണാ. പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ. ബുധനാഴ്ച സ്വർണ്ണം എടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു വിടുകയും ചെയ്തു. പറഞ്ഞു വിട്ടെങ്കിൽ എടുക്കട്ടെ. അവൾക്ക് കല്യാണമല്ലല്ലോ വലുത്, വല്യേട്ടനല്ലേ. വല്യേട്ടൻ നടത്തി കൊടുക്കട്ടെ. എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ. അതല്ല നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്താനല്ല. ഇത് ചതിയാണ്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് പറയണം, അല്ലാണ്ട് ഈ അവസാന നിമിഷത്തിലല്ല. കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. അത് വേണ്ടാത്തവർക്ക് ഞാൻ കൊടുക്കണോ? നീ എന്നിട്ട് കുരങ്ങൾപ്പിക്കാണല്ലേ? അങ്ങനെ ആയതുകൊണ്ടല്ലേ കളിക്കണേ. സഹിക്കണേലും അതിലുണ്ട്. പണം, അന്തസ്സും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനസാക്ഷി വേണോടി, മനസാക്ഷി. ഓ, മനസാക്ഷിയുള്ള ആള്. മോഹിച്ച പെണ്ണിന് പുറംകാലം കൊണ്ട് തട്ടിയിട്ട് എന്റെ അച്ഛന്റെ പണവും അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ളതുകൊണ്ടാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ ഒരു റെയർ സ്പീഷീസ് ഒന്നുമല്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരൻ നായരെ കണ്ടെത്താൻ എന്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മകളെ കിട്ടിയത് ഭാഗ്യാണ്, ലോട്ടറി. അതെപ്പോഴും കിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും ശോഭേ? ഏട്ടനോട് ഞാൻ എന്ത് പറയും? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നിങ്ങളോട് എനിക്ക് ഇഷ്ടം തന്നെയാണ്. നിങ്ങളുടെ വില ഞാൻ കളയില്ല. എന്നോട് പറഞ്ഞതിന് എല്ലാവരും എന്റെ മുന്നിൽ വരണം. എന്തിനാ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഇന്ന് രാമായണം പോലും വായിച്ചില്ല. ഞാൻ ചോറ് വിളമ്പട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. പിന്നെ മതി, എല്ലാരെയും കഴിയട്ടെ. ഇനി അതാ ഇവിടത്തെ പതിവ്. എല്ലാവരുടെയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ശോഭയ്ക്ക് വലിയ വിഷമായി. ഓ, അത് സാരില്ല, ഞാനത് മറന്നു. സുധ വളരെ മോശമായിട്ട് അവളോട് സംസാരിച്ചു. കല്യാണത്തിന് അവളുടെ പണം വേണ്ടെന്ന് വരെ പറഞ്ഞു. വിവരമില്ലാതെ അവളെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ അത് സാരാക്കണ്ട. അധിക ദിവസം ഇല്ലാലോ ഇനി ആ ശല്യം. പക്ഷേ ശോഭ അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കണേ. അവൾക്ക് അച്ഛനോട് ചോദിക്കാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണേ. എന്ത് ചോദിക്കാതെ? കാശിന്റെ കാര്യം. ശോഭയുടെ പണം കിട്ടും തോന്നണില്ല. എന്താണ് ഈ പറയണേ? ആകെ പ്രശ്നമായി. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. എന്ത് വഴി? ബുധനാഴ്ച സ്വർണ്ണം എടുക്കണ്ട. പണം കിട്ടിയില്ലേ കല്യാണം നടക്കില്ല. എന്നെ ചതിക്കരുത് നീ. ഞാൻ എന്താ ചെയ്യാ? പണം എന്റെ അല്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ശോഭ സമ്മതിക്കണില്ല. എന്റെ ഈശ്വര, ഞാൻ ആരോടാ ചോദിക്കുക? എങ്ങട്ടാ പോവാ? ഒക്കെ സുധ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ? ഇനി അവളും ഏട്ടനും ഏടത്തി അമ്മയും എല്ലാവരും കൂടെ ശോഭയോടൊന്ന് പറഞ്ഞു നോക്ക്. നീ പറഞ്ഞാ കേൾക്കാത്ത ഞങ്ങൾ പറഞ്ഞാ കേൾക്കോ? അത് പറയണത് പോലെ ഇരിക്കും. എന്നുവെച്ചാ എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കുക അല്ലേ? പിടിക്കണമെങ്കിൽ പിടിക്കണം. കാര്യം നടക്കണ്ടേ? അതിന് മേളത്തെ രാഘവന്മാർ രണ്ടാമത് ജനിക്കണം. ഭൂമിയോളം താഴാ, പിന്നെ എങ്ങടാ താഴാ? വേണ്ട, താഴണ്ട. വേറെന്താ മാർഗം എന്ന് വെച്ചാൽ ആലോചിക്കാം. ഒറ്റ മാർഗമുള്ളൂ. സുധയ്ക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചു കൊടുക്കുക. എന്താ പറ്റോ? അതൊന്നും എന്നോട് പറയണ്ട. പെൺകുട്ടികളായി ഇത്തിരി അച്ചടക്കം വേണം. എവിടെയും കയറി എന്തും പറയാന്ന് കരുതരുത്. ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ വകയായിട്ടൊരു സംഖ്യ അങ്ങോട്ട് തരാം. ഒരു 25,000 ഉറുപ്പ്യ. ബാക്കി ഏട്ടൻ ഉണ്ടാക്ക്. പിന്നെ എവിടെന്നെങ്കിലും ഒക്കെ പറക്കും. മതിയടാ, നിർത്ത്. നീ മേലെ തച്ചുനാർക്കുണ്ടായത് തന്നെയോടാ. ഏട്ടൻ നിലമറന്ന് സംസാരിക്കരുത്. ആരാ നില? നിന്റെയോ? നിനക്ക് എന്ത് നിലണ്ടടാ? നിന്റെ വാക്കിന് സത്യമുണ്ടോ? നീ മനുഷ്യനാണോടാ? 25,000 ഉറുപ്പ്യ. നിന്റെ പെങ്ങക്ക് ആ ധർമ്മം വേണ്ടെങ്കിലോ? വേണ്ടെങ്കിൽ വേണ്ട. വിജയ, ഇങ്ങോട്ട് വാ. അങ്ങേരോട് സംസാരിക്കാൻ നിൽക്കണ്ട. ചെല്ലടാ, വളർത്തുപറ്റിയല്ലേ? വിളിക്കണോടത്ത് ചെല്ല്. ഏട്ടനോട് വീണ്ടും ഞാൻ പറയാണ്, മര്യാദക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്ക. എന്താ? എന്താടാ? എന്താടാ ഞാൻ ഈ കാണുന്നേ? എന്റെ കുടുംബം നശിച്ചല്ലോ ഈശ്വര. എന്താ ഉണ്ടായേ? നീ ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ മോനെ. എന്തെങ്കിലും ഒന്ന് പറയേ. അവള് താഴെയുണ്ട്. അവളെ ഇതൊന്നും അറിയിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതെല്ലാം വിറ്റായാലും ഞാൻ ഈ കല്യാണം നടത്തും. വിജയം പണം തരില്ലേ? തരും. നമ്മളെല്ലാം ചേർന്ന് അവന്റെ പെണ്ണിന്റെ കാല് പിടിക്കണം. അത് വേണോ അമ്മേ? പിടിക്കാൻ എത്ര കഴുതക്കാല് വേറുണ്ട് ഇവിടെ? ഇങ്ങോട്ട് നീ
ഒരു കാര്യത്തിലും വരരുതെന്ന് കരുതിയതാ. എന്നാലും നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട നിലയ്ക്ക് വന്നു. നീ ഞാനെന്താ ചെയ്യണ്ടേ? എന്തായാലും നമ്മുടെ കുടുംബത്തെ മൂത്ത കാരണം ഒരു വല്യമാമ തന്നെയാണ്. വല്യമാമ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലായി. എനിക്ക് എന്താ തന്നെന്നറിയാലോ? 15 പവൻ. ഇപ്പൊ സുധയ്ക്ക് കൊടുക്കാൻ പോണത് 50 പവനാ. കൊടുത്തോട്ടെ, ഒരു പരാതിയില്ല. എന്ന് വെച്ച് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ട തറവാട് മാത്രം വിൽക്കാൻ പറ്റില്ല. വിറ്റുന്ന് ആരാ പറഞ്ഞു നിന്നോട്? വിറ്റും പെറുക്കി ഈ കല്യാണം നടത്തുമെന്നും പറഞ്ഞ് ആധാരക്കെട്ടും കൊണ്ട് മെനഞ്ഞാൻ ഇറങ്ങി പോയതാ. ഞങ്ങളോട് ആരോട് ആലോചിച്ചിട്ടില്ല. ഇവനൊരാണല്ലേ, ഇവനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. അത് ചെയ്യാൻ പാടില്ല. കുടുംബത്തിൽ സ്വന്തം ഇഷ്ടം മാത്രം നോക്കാന്ന് പറഞ്ഞാ അത് തെറ്റന്നെയാ. ഞങ്ങൾ എന്തിനു വേണമെങ്കിലും തയ്യാറാ. പക്ഷെ എന്നോടൊരു വാക്ക് ആലോചിക്കണ്ടേ വല്യമാമ? വിൽക്കാനാണെങ്കിലും പണയം വെക്കാനാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ സമ്മതവും കയ്യൊപ്പും വേണം. അതാലോചിച്ചിട്ടില്ല. ആലോചിക്കേണ്ടൊന്നുമല്ല. അതിനൊക്കെ പല വഴികളും ഉണ്ട്. ഒന്നും അറിയാതെയല്ല. എന്നെ തോൽപ്പിക്കണം, അത്രയേ ഉള്ളൂ ഏട്ടന്. തലമറന്ന് എണ്ണ തേക്കില്ലടാ മോനെ. ഞാനേ തെറ്റോ ശരിയോ ഏതായാലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ നിലയ്ക്ക് ഭാഗം നടത്തന്നെയാ നല്ലത്. പിന്നെ പരാതിയില്ലല്ലോ. അതാ ഞാനും പറയണത്. എനിക്കിപ്പോ മണ്ണും ഭൂമിയൊന്നും അല്ല പ്രശ്നം. എന്റെ അനിയത്തിയാ, കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം അത്. ആ വല്യമ്മാവ എപ്പോഴാ വന്നേ? കുറച്ചേരായി. എല്ലാരും ഉണ്ടല്ലോ. എന്താ പുതിയൊരു സഭ കൂടല്? ഇവർക്കൊക്കെ ചില പരാതികളുണ്ട്. ഓഹോ, അപ്പൊ കോടതിയാണ്. ആകപ്പിരിവായിരിക്കും അല്ലേ? ലേമേ, നീ ഇങ്ങോട്ട് വരിക, ഒരു കാര്യം സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് കഴിയട്ടെ ആദ്യം, എന്നിട്ട് വരാം. ഏളുടെയൊക്കെ പൊയ്ക്കോളൂ. അച്ഛനും അമ്മയൊക്കെ ചത്തിട്ട് 5-6 കൊല്ലായില്ലേടി, പിന്നെന്തിനാ കരയണേ? സുധേന്തി ഇവളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? അവള് കരച്ചില് തന്നെയാ. കുടുംബത്ത് കലഹം ഉണ്ടാക്കിയിട്ട് ഈ കല്യാണം നടത്തണ്ടെന്നാ പറയണേ. ഒറ്റ വീക്കിയാൻ വെക്കും. കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട. നീ നിന്റെ കുടുംബം ഉണ്ടാവുമ്പോ നോക്കിയാ മതി. വല്യേട്ടനെ എല്ലാരും ഒറ്റപ്പെടുത്തും. വല്യേട്ടനെ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം. പക്ഷെ വല്യേട്ടൻ ഒറ്റപ്പെടാൻ വയ്യല്ലോ. അതല്ലേ വല്യേട്ടന്റെ കുരുക്ക്. എല്ലാം ഉണ്ട്, പക്ഷെ 50 പവനില്ല. എന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല. നിനക്ക് അത്യാവശ്യമുള്ള പൊന്നുണ്ട്. ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു. ഇതാ പോരെ. ആ ഇനി പ്രതികൂട്ടി കയറാം. വിസ്തരിക്കാം. വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം. ഏട്ടനെന്താ പരിഹസിക്കാണോ? ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമൊന്നും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തു? എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനിയും ഞാൻ ചെയ്യണോ നിന്നോട് ആലോചിക്കണോ? ആഹാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ? അതെന്നോട് ആലോചിച്ചോ? എല്ലാവരോടും കൂടെ വഞ്ചനയത്. നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറയാം. എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട്. അത് നടത്തി കൊടുക്കണം. ഇനി ആധാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ ഏൽക്കുകയും വേണം. അമ്മ എന്ത് പറഞ്ഞു? ആകെ നടക്കട്ടെ. എല്ലാരും തല്ലിപ്പിരിയണേലും നല്ലത് അതന്നെയാ. നടക്കട്ടെ. വല്യമ്മാവ തന്നെ ഒന്ന് നടത്തി കൊടുക്കുക. എനിക്കിത് കാണാൻ വയ്യ. നടക്കട്ടെ. പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല. ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു. അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. 10-20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ തന്നെയല്ലേ നോക്കി നടത്തണേ? അതിന് ആദായവും നീ തന്നെയല്ലേ പറ്റണേ? ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ? എല്ലാരെയും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ? അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കുമില്ലല്ലോ. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല. എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ.